ഹലോ, നമ്മള് രാവിലെ തന്നെ ജോഗിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. കൊറേ നേരം ഓടൽ തുടങ്ങിയിട്ട് ഇന്നൊന്നും അല്ല, ഇപ്പൊ കൊറേ നേരം ഇപ്പൊ 2-3 മണിക്കൂറായിട്ടുണ്ടാവും. ഇത് നമ്മളെ സൂപ്പർമാന്റെ വീടാട്ടാ. ചേട്ടാ, സൂപ്പർമാൻ ഒന്ന് കാണാൻ പറ്റും ഉള്ളിൽ കയറിയിട്ട്. കൊച്ചിർക്ക് അങ്ങനെ കണ്ടവരും വരുന്നവരും കയറ്റിവിടാനല്ലേ സൂപ്പർമാന്റെ വീട്. നീ എന്തായാലും ചെറുതായിട്ട് പോയി കണ്ടോ, എനിക്കൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഓക്കെ ചേട്ടാ, താങ്ക് യു. നമ്മളോട് എന്തായാലും ചേട്ടാ കേറിക്കോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ കേറാം. സൂപ്പർമാമനൊന്ന് കാണട്ടെ. സൂപ്പർമാമ എവിടെയാണാവോ സൂപ്പർമാമൻ? ഓ, ഇത് നമ്മളെ സൂപ്പർമാമന്റെ വണ്ടികളാണ് കേട്ടാ. സൂപ്പർമാമ ഏതറ വണ്ടി, നല്ല രസമുള്ള വണ്ടികളല്ലേ രണ്ടും. അടിപൊളി വണ്ടി. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടേക്ക് പോവാ. ചെറുക്ക ചെറുക്കാടെ പോണ്. ഞാൻ ആദ്യത്തെ സെക്യൂരിറ്റിയോട് പറഞ്ഞു സൂപ്പർമാനെ കാണാനാണ്. കണ്ടോട്ടെ? കണ്ടോ പോയി കണ്ടോ, എടപ്പ് കാണാൻ കിട്ടും. ഓക്കെ ചേട്ടാ. എന്ത് ചേട്ടാ അങ്ങനെ ഒരു വർത്താനം? ഒന്നുമില്ലടാ, പോയി കണ്ടോ. നമ്മളെ സൂപ്പർമാമനിക്ക് എന്താ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ടോ? വലിയ ടയറുള്ള വണ്ടി. ഇത് മറ്റേ മോൺസ്റ്റർ ട്രക്ക് അല്ലേ? കൊച്ചിർക്ക് എന്താ ഇവിടെ? എനിക്ക് സൂപ്പർമാമനെ കാണാനായിരുന്നു. എടാ, സൂപ്പർമാനൊന്നും ഇപ്പൊ കാണാൻ പറ്റില്ല. സൂപ്പർമാൻ ഒരു അർജന്റ് മീറ്റിംഗിലാണ്. നീ എന്തായാലും കുറച്ച് മിനിറ്റ് വായോ. എന്തൊരു കഷ്ടാണ് ഗൈസ്. നമുക്കതിൽ സൂപ്പർമാമന്റെ ഈ വണ്ടി നോക്കാം. എന്ത് വലിയ വണ്ടിയാണില്ലേ. നമുക്കതിൽ ഈ വണ്ടി നോക്കി ഇരിക്കാം കുറച്ചേരം. ഇത് അടിപൊളി വണ്ടിയാണല്ലോ. എനിക്ക് ഇതിന്റെ അടിയിൽ കൂടെ പോവാ. വേണ്ട, പോയിട്ട് വെറുതെ ചളിയാക്കണ്ട. നമുക്കതിൽ ഇതിന്റെ സൈഡൊക്കെ ഒന്ന് പോയി കണ്ടോക്കാം. ഇതിന്റെ ഡോറൊക്കെ തുറന്നു വെച്ചിരിക്കല്ലോ. എന്താ കഴുകിയിട്ടിട്ട് എനിക്ക് തോന്നണേ. എന്റെ കൊച്ചിർക്ക് പോവാൻ നോക്കണ വീട്ടില്. വണ്ടി ഒന്നും നോക്കി കളിക്കല്ലേ, അത്യാവശ്യം വിലയുടെ വണ്ടികളാണ്. നീ വീട്ടിൽ പോയിട്ട് കുറച്ച് മിനിറ്റ് വായോ, സൂപ്പർമാനുള്ള പോവായോ. ഒരു കാര്യണ്ട്, ഫ്രാങ്കിലേക്കാനോട് പറയാ. നമുക്ക് ഈ വണ്ടി രാത്രി വന്നിട്ട് അടിച്ചു മാറ്റിയാലോ? ഇയാള് പറഞ്ഞ അത്യാവശ്യം വിലയുള്ള വണ്ടിയല്ലേ. കാര്യം ചെയ്യാം, നമുക്ക് ഈ വണ്ടി രാത്രി വന്നിട്ട് അടിച്ചു മാറ്റാം. എന്തായാലും ഇവിടുന്ന് പോവാ നല്ലത്. നമുക്ക് എന്തായാലും നേരെ ഫ്രാങ്കിലേക്കാന്റെ അടുത്തോട്ട് പോവാ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖല്ലേ? ഇപ്പൊ നമ്മളെ പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും, നമ്മൾ പുതിയൊരു ലിമോസിനാണ് എടുത്തത്. ഇത് കണ്ട അത്യാവശ്യം വില ഉണ്ട് ഗൈസ് ഈ വണ്ടിക്ക്. ഏതാണ്ട് 2.5 കോടി കൊടുത്തിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തത്. ഇവിടുത്തെ റയർ വണ്ടിയാണ് ഗൈസ് ഈ ലിമോസിന്. മിക്ക എല്ലാവരൊക്കെയും ഉണ്ട്. അത് റിച്ച് പേഴ്സൻ്റെകളൊക്കെയാണ് ഗൈസ്. നമ്മളും കൊടുത്തങ്ങുണ്ട്. ഞാൻ അത് വല്ലാണ്ട് ഉപയോഗിക്കൊന്നുമില്ല, പക്ഷെ നല്ല റോളിന് വാങ്ങിച്ചിട്ട് തന്നെ അത്രയുള്ളൂ. കാശ് കൂടിയതിൻ്റെ കുഴപ്പ. ഓക്കെ, നമ്മളെ രണ്ടാമത്തെ വണ്ടി ഇതായിരിക്കണത്. ഇത് 3.5 കോടിയാണ് ഗൈസ്. ആ ലിമോസിനായിട്ട് വിലയുള്ള വണ്ടിയാണ് ഇത്. അതുകൊണ്ടാണ് ഇത് ഇത്ര പൊന്നുപോലെ സൂക്ഷിക്കണത്. 2 വണ്ടി അടിപൊളിയായിട്ട് നോക്കണം, അല്ല ശരിയാവൂല. വെറുതെ കിട്ടണ കാര്യമൊന്നുമല്ലത്. ഓക്കെ, നമ്മളെ ഷിൻജാൻ വരേണ്ട ടൈം കഴിഞ്ഞല്ലോ. ഷിൻജാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ഇന്നാണ് നമുക്ക് ഡെലിവറി ആയി കിട്ടിയത്. അപ്പോൾ ഞാൻ ഇവിടെ ഈ സൈഡിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഷിൻജാൻ എന്തായാലും വരട്ടെ. വന്നാൽ എന്തായാലും എനിക്ക് ഒരു സർപ്രൈസ് ആവും. പക്ഷെ ആ പൊട്ടനെ കാണാല്ലേ, ഇവന് ഏത് വായിലാണ് പോയി കിടക്കണേ. എന്താണ് ചേട്ടന്മാരെ കാണിക്കണം, നോക്കി വരണ്ടേ? എന്തായാലും ആവട്ടെ, നമുക്ക് നേരെ ഫ്രാങ്കിലാക്കാൻ അടുത്തോട്ട് പോവാ. സൂപ്പർമാന്റെ വണ്ടി എങ്ങനെയും അടിച്ചു മാറ്റേണ്ടാണെന്ന് വേഗം പോയി ഫ്രാങ്കിലാക്കാനോട് പറയട്ടെ. എവിടെ ഫ്രാങ്കിലാക്കോ? ഫ്രാങ്കിലാക്കോ, ഞാൻ വന്ന്. എന്താണ് ഷിൻജാനെ കാര്യം പറയും? വേറൊന്നുമില്ല ഫ്രാങ്കിലാക്കാ, ഞാനിപ്പോ ജോഗിങ് ആയിട്ട് വരണായിക്കണ്ടേ. നമ്മളെ സൂപ്പർമാന്റെ വീട്ടില്ലേ, ആളെ വീട്ടിലുണ്ട് വലിയ ടയറുള്ള വണ്ടി, മറ്റേ മോൺസ്റ്റർ ട്രക്ക് ഇല്ലേ അത്. അതിനൊന്നുമില്ല, നമുക്ക് എങ്ങനെയാ വണ്ടി അടിച്ചു മാറ്റാലോ? എടാ, വണ്ടി അടിച്ചു മാറ്റിയ എടാ സൂപ്പർമാന്റെ കയ്യിന്ന. എടാ, വീട്ടിലൊക്കെ ഹൈ സെക്യൂരിറ്റി ഉള്ള വീടാടാ. അവിടുന്നൊക്കെ എങ്ങനെയാ വണ്ടി അടിച്ചു മാറ്റൂ? എനിക്ക് ഈ 2 വണ്ടി പോരെ? അതല്ല, ബാക്കിലതാ പുതിയ വണ്ടി. അത് ഞാൻ എടുത്ത വണ്ടിയാണ്. എങ്ങനെയുണ്ട്? ലിമോസിനാണ് ഇറക്കി നമ്മള്. ഈ 2 വണ്ടി മതിലടാ, ഇനി എന്തിനാണ് എനിക്ക് പുതിയ വണ്ടി? അല്ല ഫ്രാങ്കിലേക്ക്, അതൊരു റയർ വണ്ടിയാണ്, മോൺസ്റ്റർ ട്രക്ക്. അതും കൂടി വേണ്ട, നമുക്ക് ഓഫ് റോഡ് ട്രിപ്പ് ഒക്കെ പോകുമ്പോ എടുക്കാം. എന്തായാലും നീ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടിച്ചു മാറ്റാം. നീ പറഞ്ഞിട്ടാട്ടെ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിർത്തിയതാണ്. ഓക്കെ ഫ്രാങ്കിലേക്ക്, നമുക്ക് എന്തായാലും നൈറ്റ് പോവാ. കക്കാൻ ഇപ്പൊ പോവണ്ട. ഈ ചെക്ക ചെറുതാണ്ട് കാര്യമില്ലട്ടെ. ഈ കക്കണയിലൊക്കെ ഭയങ്കര ബുദ്ധിയാണ്, അല്ലാണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിയൊന്നും ഇല്ല. അതിൽ മാത്രമേ എനിക്ക് ഇത്തിരി വിവരമുള്ളൂ. എന്തായാലും ആട്ടെ, നമുക്ക് എന്തായാലും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് വരാം. വീട്ടിൽ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം ഗൈസ്. നമുക്കൊക്കെ വാങ്ങിക്കണ്ടേ പോയിട്ട്. നമ്മൾ അടിയിലൊരു ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് തന്നെ വാങ്ങിക്കാം. ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാറ്. ചെക്കൻ്റെ ഷോപ്പിൽ അടിപൊളി സാധനങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൻ്റെ ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കട്ടെ. ഞാൻ എൻ്റെ ഷോപ്പിലേക്ക് എന്തായാലും പോകുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ടാ. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്ക്. ലൈക്ക് ടാർഗറ്റ് ഒരു 50 ലൈക്സാണ് ഗൈസ് ടാർഗറ്റ് വെക്കുന്നത്. മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിച്ചേക്ക്. ആ ട്രക്കാരെ ഇത് ഏത് വായൊക്കെ പോണേ ഗൈസ്? ഇതാണ് നമ്മളെ മച്ചാൻ്റെ ഷോപ്പ്. ഇപ്പം ചെക്കൻ്റെ ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മളെന്തായാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളെ വണ്ടിയുടെ ഡിക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഈ കടയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണ്. ചെക്ക സമ്മതിച്ച് കണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് ഈ കടയിൽ. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ വന്ന് വാങ്ങിക്കാൻ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 50% ഓഫർ കിട്ടും ഗൈസ്. അപ്പം 50 ഉറുപ്പിയുടെ സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 രൂപയ്ക്ക് തരും. അത്ര ഉള്ള കേസ് നമ്മളെ മച്ചാനായതുകൊണ്ട് മാത്രം. പിന്നെ വെറുതെ കയറി ചെന്നാൽ കിട്ടുമൊന്നുമില്ല. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം പോവാൻ. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോവാം. ഈ ചെക്ക കാറ് കക്കാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നടക്കാൻ പോണത്. എന്തായാലും നേരെ ഇനി വീട്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് അതൊന്നും ആ കടയിൽ കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നത്. നമ്മളെ ലിമോസ് മിഞ്ഞ ഇവിടെ ഇല്ല കേട്ടാ. നമ്മളെ മച്ചാന് സർവീസിന് കൊടുക്കാൻ പോയിരിക്കുകയാണ്. ഞാൻ അന്ന് എടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പത്തിന് ഒന്ന് റെഡി ആക്കിയൊക്കെ വിചാരിച്ച്. ഞാനധികം ഉപയോഗിക്കൊന്നുമില്ല. അവൻ്റെ വണ്ടിയാണ് തോന്നുന്നു ഈ ബൈക്ക്. എന്തായാലും അവന് കൊടുന്നു തരും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടും. നമുക്ക് എന്തായാലും നേരെ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ കേസ്. വയ്യ. എന്തായാലും ഷോപ്പിംഗ് ചെയ്ത സംഭവങ്ങളൊക്കെ ഷിഞ്ചാൻ വന്ന് എടുത്തോളൂ. നമുക്ക് എന്തായാലും വീട്ടിൽ പോയി കുറച്ചൊന്ന് കിടക്കട്ടെ. ഗൈസ്, അങ്ങനെ ഉറങ്ങിയിട്ട് ടൈമുമാണ് അറിഞ്ഞില്ല. ഈ പഹയൻ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്തിനാ വിളിച്ചാ വണ്ടി മോഷ്ടിക്കാൻ പോകണ്ടേ. നമുക്ക് എന്തായാലും നേരെ പൂവാടെ ഷിഞ്ചാനെ പിന്നിൽ തന്നെ വരണം കേട്ടാ. പിന്നെ ഇതെന്താണ് അവിടെ തന്നെ നിക്കുന്നത്. ഒന്ന് വാടാ. ഞാൻ എന്തായാലും വണ്ടിയിൽ തന്നെ ഉണ്ടാവും. നീ വായോ. നമുക്ക് എന്തായാലും വണ്ടി കയറിയിരിക്കാം ഗൈസ്. ഇപ്പൊ എനിക്ക് വണ്ടി മോഷ്ടിക്കാൻ വേണം. വരെയല്ലേ വിളിച്ചാല്. നമ്മളെ കാർ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് നേരെ ബൈക്കിൽ പോകണം. വേണ്ട, ബൈക്കിൽ പോകണ്ട. ബൈക്കിൽ പോയാൽ വേഗം കാണും എല്ലാവരും. നമുക്കതിൽ കാറിൽ തന്നെ പോവാം ഗൈസ്. നമ്മളൊരു പണ്ടത്തെ വണ്ടിയാണ് എടുത്തത്. ഇത് എടുക്കുക ഗൈസ്, അല്ലെങ്കിൽ ശരിയാവൂല. നമ്മൾ ഈ വണ്ടി അവിടെ ഇട്ടിട്ട് വരും. നമ്മളെ പുതിയ വണ്ടി എടുത്തോണ്ടേ ശരിയാവില്ല. അവിടെ ഇട്ടിട്ട് വരാനൊന്നും കഴിയൂല. അങ്ങനത്തെ വണ്ടി ഒന്നല്ല. നമ്മൾ ഷിഞ്ചാൻ എന്തായാലും ഇതിൽ കയറിയിരിക്കുന്നുണ്ട്. ചെക്കൻ അവിടെ ഇറങ്ങണ്ട. നമ്മളെന്തായാലും ഗണ്ണൊക്കെ സെറ്റാക്കിയിട്ട് പോണത്. അവിടെയുള്ള സെക്യൂരിറ്റികളൊക്കെ അടിച്ചിരുന്നു. അവൻ പറയണത് 4-5 സെക്യൂരിറ്റികളുള്ളതാണ്. സൂപ്പർമാൻ്റെ വീട്ടിൽ ഇത്ര സെക്യൂരിറ്റികളുള്ളൂ. ആ ഒരു ധൈര്യത്തിലാണ് ഗൈസ് നമ്മൾ പോണത് വണ്ടി മോഷ്ടിക്കാൻ. മോൺസ്റ്റർ ട്രക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്തിരി കൂടി ഇൻട്രസ്റ്റ് കൂടിയത്. നമുക്ക് എന്തായാലും നേരെ സൂപ്പർമാൻ്റെ വീട്ടിൽ പോവാം ഗൈസ്. നമ്മൾ സൂപ്പർമാൻ്റെ വീട്ടിൽ കയറുന്ന 2 സെക്യൂരിറ്റി ഗാർഡിനെ നമ്മൾ വടിയാക്കിയിട്ടുണ്ട്. നമ്മളെ ഷിൻജാനെ ഇപ്പം ഞാൻ വണ്ടിയിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. ഓനെ കൊടുത്തിട്ടില്ല. ഇനി മേലെ 2 ഗാർഡും കൂടി ഉണ്ട് പറയുന്നുണ്ട്. ഇനി അവന്മാരെയും കൂടി പോയി തീർക്കണം. 2 3 4 ഉണ്ട് പറയുന്നുണ്ട്. ഒക്കെ നമുക്ക് എന്തായാലും അവരെ പോയി തീർക്കാം. നമ്മളെന്തായാലും ഈ ഗാർഡിനെ ഇവിടുത്തെ തീർത്തിട്ടുണ്ട്. നമുക്ക് ഇനി സ്നൈപ്പർ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ 2 ഗാർഡും കൂടി നിൽക്കുന്നുണ്ട്. ഇവന്മാരെയും കൂടി എങ്ങനെയും തീർക്കണം. ഓക്കെ, പിന്നെ വേറെ ആരും അറിയൊന്നുമില്ല നമ്മൾ ഈ സ്നൈപ്പറിൽ സൈലൻസർ വെച്ചോണ്ട്. ഒക്കെ നമ്മളെന്തായാലും 2 ഗാർഡിനെ തീർത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ സൂപ്പർമാൻ്റെ വണ്ടി. ഏത് വണ്ടിയായാലും എന്താ നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് നേരെ സ്ഥലം വിടാം. അതൊക്കെ അത്ര ഉള്ളൂ. ഷിൻജാനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ സാധിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ടാസ്ക് എന്താ വെച്ചാൽ ഇതിനുള്ളിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകലാണ്. എങ്ങനെയാണ് ആ സൂപ്പർമാൻ ഇതിനുള്ളിൽ കയറ്റിച്ചത്. ആള് 2 കൈ കൊണ്ട് പൊക്കി കൊടുന്ന് വെച്ചാവും. ആൾക്ക് അങ്ങനത്തെ പവറൊക്കെ ഉണ്ടല്ലോ. ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാര്യത്തിലൊരു തീരുമാനമാവും. പക്ഷെ ആളിവിടെ ഇല്ല തോന്നുന്നു. നമ്മൾ ഇത്ര വെടിയുണ്ടൊക്കെ പൊട്ടിച്ചിട്ടും ആള് വന്നിട്ടൊന്നുമില്ല. ഇല്ലാത്ത തന്നെ ഭാഗ്യം. നമുക്ക് തന്നെ നേരെ ഷിൻജാനെയും കൂട്ടി വീട്ടിലോട്ട് പോവാം. ഷിൻജാ വണ്ടി ഈ ഒരു ഭയങ്കര ഉറക്കാണ് കേസ്. നമ്മളെന്തായാലും എണിപ്പിക്കാനൊന്നും പോകുന്നില്ല. നമ്മളെ വണ്ടി എന്തായാലും ഈ ഒരു ഇതിൽ കൊണ്ടുപോയി നടന്നാൽ ശരിയാവില്ല. സൂപ്പർമാൻ നമ്മളെന്തായാലും പിടിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിന് ഗ്രാഫിക്സും ഇതൊക്കെ മാറ്റണം. ഒക്കെ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ മാറ്റാം. അതിൽ വണ്ടി അത് ഇതിനുള്ളിൽ കൊണ്ടുപോയി സേഫ് ആക്കട്ടെ. എന്നിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം ഗൈസ്. നമ്മുടെ ഷിൻജാൻ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുകയാണ്. അവൻ എന്തായാലും കിടന്ന് ഉറങ്ങിക്കോട്ടെ. നമുക്ക് എന്തായാലും വീഡിയോ ഉണ്ടാക്കാം. ഇതുള്ള കേസ് നമ്മൾ അന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചേക്ക്. ലൈക്ക് ടാർഗറ്റ് ഒരു 50 likes ആണ്. നിങ്ങൾക്ക് അറിയണമല്ലേ. എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഈ മോൺസ്റ്ററൊക്കെ ഇഷ്ടമായെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും കമൻറ്റ് ചെയ്തേക്ക്. അപ്പം തന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.